ഹലോ, ഇന്നൊരു സൈക്കോ തിരക്കഥയായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. കുറച്ച് ബ്രൂട്ടലാണ്, അതുപോലെ തന്നെ വയലൻസ് ഉണ്ട്. സോ അതൊന്നും കാണാൻ അല്ലെങ്കിൽ കേൾക്കാൻ താല്പര്യമില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതുപോലെ തന്നെ യാതൊരു തരത്തിലുള്ള ജസ്റ്റിഫിക്കേഷനൊന്നും കൊടുക്കാതെ അവർ ഇവിൾ സൈഡ് മാത്രം വിജയിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ദഹിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ സ്കിപ്പ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. മറിച്ച് ഇതൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ കണ്ടു നോക്കുക. ഒരു വേൾഡിൽ എങ്ങനെ ഒരു സൈക്കോ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നത് മാത്രമേ ഇതിൽ കാണിക്കുന്നുള്ളൂ. ആ ഒരു ചെറിയ പോർഷൻ മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഈ ഒരു ക്യാരക്ടറിനെ ഒരു സീരിയൽ കില്ലർ മൂവിയിലും പ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബാറ്റ്മാൻ പോലെയുള്ള ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടറിൻ്റെ വില്ലനായി നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ആ ഒരു രീതിയിലാണ് ഇതിനെ ട്രീറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തിരക്കഥയിലേക്ക് പോവാം. ഷെയ്ഡ് എന്നാണ് ഇതിൻ്റെ പേര്. ഷെയ്ഡ് അത് ആ ക്യാരക്ടറിൻ്റെ നെയിമാണ്. ഷെയ്ഡ് ദി നൊട്ടോറിയസ്, ഇതാണ് ഈ തിരക്കഥയുടെ പേര്. ഇൻറ്റീരിയർ ഇൻ്ററഗേഷൻ റൂം നൈറ്റ്. വെളിച്ചം തീരെ കുറവുള്ള ഇരുണ്ട ഒരു മുറിയിൽ വിലങ്ങണിയിച്ച രീതിയിൽ ഒരാളിരിക്കുന്നു. അദ്ദേഹമാണ് ഷെയ്ഡ്. തീരെ മെലിഞ്ഞ് ഉണങ്ങിയ രൂപമാണ്. കണ്ണുകൾ ഉറക്കം കിട്ടാതെ പാതി അടഞ്ഞ നിലയിൽ കാണാം. ചെറിയ ചെറിയ മുറിവുകൾ ഉണങ്ങാതെ ദേഹത്തും മുഖത്തുമായി അവിടെയും ഇവിടെയും കാണാം. റൂമിൽ അയാൾ ഒറ്റയ്ക്കാണ്. നിമിഷങ്ങൾക്കുള്ളിൽ ഡിറ്റക്റ്റീവ് തിലക് അവിടേക്ക് വരുന്നു. ഡോറടച്ച് ഷെയ്ഡിനെ ഒന്ന് നോക്കിയ ശേഷം അയാൾ നടന്നു വന്ന് ഷെയ്ഡിൻ്റെ ഓപ്പോസിറ്റ് ചെയറിലിരുന്നു. എന്നിട്ട് തിലക്, ഡു യു നോ വൈ പീപ്പിൾ കോൾ യു ഷെയ്ഡ്? അപ്പോൾ ഷെയ്ഡ്, നോട്ട് എവരി വൺ, ഓൺലി മീഡിയ. അപ്പോൾ തിലക്, വാട്ട്സ് ദ ഡിഫറൻസ്? ചോദിച്ചതിന് ഉത്തരം പറ. അപ്പോൾ ഷെയ്ഡ് മുഖമുയർത്തി തിലകിനെ നോക്കുന്നു. എന്നിട്ട് ഷെയ്ഡ് പതിയെ സ്വയം, ഷാഡോ. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ ഷെയ്ഡ്സിൻ്റെ വീട് ഇയേഴ്സ് ബിഫോർ, വർഷങ്ങൾക്ക് മുൻപ്. അപ്പാർട്ട്മെൻറ്റ് പോലെ തോന്നിക്കുന്ന ഒരു വീടാണ്. കുറച്ച് പേർ വീട്ടിൽ ഇരച്ച് കയറി ഷെയ്ഡിൻ്റെ അച്ഛനെയും അമ്മയും ക്രൂരമായി വെട്ടിക്കൊല്ലുന്ന ദൃശ്യം കാണിക്കുന്നു. തൊട്ടടുത്ത് ഇരുട്ടിൽ ഷെയ്ഡ് ഭയന്ന് വിറച്ച് ചുരുണ്ടുകൂടി ഇരിക്കുന്നുണ്ട്. ഇരുട്ടത്തായതിനാൽ അക്രമികൾ ആരും അവനെ ശ്രദ്ധിച്ചില്ല. അതായത് അവനൊരു നിഴലിലാണ് ഇരിക്കുന്നത്, അതുകൊണ്ട് തന്നെ അവനെ ആരും കണ്ടില്ല. അവിടെ നിന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ ഇൻ്ററഗേഷൻ റൂം നൈറ്റ് തുടർച്ച. തിലക് ഷെയ്ഡിൻ്റെ നേർക്ക് തന്നെ നോക്കിയിരിക്കുകയാണ്. റൂമിന് വെളിയിൽ മിറർ വിൻഡോയിലൂടെ ഓഫീസർ ഇക്ബാൽ നോക്കി നിൽക്കുന്നുണ്ട്. അപ്പോൾ തിലക്, ചുമ്മാ ബോറടിപ്പിക്കാതെ എന്തെങ്കിലുമൊക്കെ സംസാരിക്കേ. നിന്നെ ഒന്ന് പിടിക്കാൻ ഞാൻ അത്ര കഷ്ടപ്പെട്ടെന്നറിയാമോ? 2 വർഷമായിട്ട് ഞാൻ നിൻ്റെ പുറകെയായിരുന്നു. അപ്പോൾ ഷെയ്ഡ്, സാറിൻ്റെ പേര് തിലക് എന്നാണല്ലേ? അപ്പോൾ തിലക്, അതെ. വേറെന്തെങ്കിലും അറിയണോ? അപ്പോൾ ഷെയ്ഡ്, വേണം. അത് കേട്ട് തിലക് പുഞ്ചിരിക്കുന്നു. എന്നിട്ട് തിലക്, ഭാര്യയുടെ പേര് കാർത്തിക, പിന്നെ ഒരു മകളുണ്ട് കീർത്തി. അപ്പോൾ ഷെയ്ഡ്, യാ, മകളെ എനിക്കറിയാം. അത് കേട്ടതും തിലക്കിൻ്റെ മുഖത്തെ പുഞ്ചിരി മങ്ങുന്നു. ഷെയ്ഡ്, അതുപോട്ടെ, ഞാനിനി എന്നെപ്പറ്റി പറയാം. അപ്പോൾ തിലക്, എൻ്റെ മോളെ നിനക്ക് എങ്ങനെ അറിയാം? അപ്പോൾ ഷെയ്ഡ് അത് കേൾക്കുക പോലും ചെയ്തിട്ടില്ല എന്നുള്ള മട്ടിൽ, പറയാൻ അച്ഛനും അമ്മയും ഒന്നുമില്ല. അവരൊക്കെ എൻ്റെ ചെറുപ്പത്തിലേ മരിച്ചു. പിന്നെ ഭാര്യ, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. എനിക്ക് സ്ത്രീകളോട് സംസാരിക്കുമ്പോൾ നാണം വരും. അപ്പോൾ തിലക്, നിനക്കെൻ്റെ മകളെ എങ്ങനെ അറിയാം അത് പറ. അപ്പോൾ ഷെയ്ഡ്, പഠിച്ചതൊക്കെ ഗവൺമെൻറ് സ്കൂളിലാണ്. യുനോ, ഐ ആം എബോവ് ആവറേജ് സ്റ്റുഡൻറ്റ്. സയൻസാണ് ഇഷ്ടം. ഐ ആം ഗുഡ് അറ്റ് ഫിസിക്സ്. അത് പറയുമ്പോൾ മുൻപ് എപ്പോഴോ ഒരു ഇരുണ്ട മുറിയിൽ ഷെയ്ഡ് എന്തൊക്കെയോ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗിച്ച് നിർമ്മിച്ചെടുക്കുന്ന ദൃശ്യം കാണിക്കുന്നു. ഉപകരണം വ്യക്തമല്ല. ആ റൂം കണ്ടാൽ ഒരു ചെറിയ ലാബ് പോലെ തോന്നുന്നുണ്ട്. റൂമിൽ തിലക് അവനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ഈ ഒരു സീൻ മിന്നിമറഞ്ഞു പോയെന്നേ ഉള്ളൂ. എന്നിട്ട് ഷെയ്ഡ്, ഗ്രേറ്റ് ഇൻ കെമിസ്ട്രി. അത് പറയുമ്പോൾ ഏതോ ഒരിടത്ത് ബോംബുകൾ ഏത് നിമിഷവും പൊട്ടിത്തെറിക്കാൻ തയ്യാറായിരിക്കുന്ന മട്ടിൽ ഘടിപ്പിച്ചിരിക്കുന്ന ദൃശ്യം കാണിക്കുന്നു. ഏതാണ് ആ സ്ഥലം എന്ന്, അതായത് എവിടെയാണതെന്ന് വ്യക്തമല്ല. അപ്പോൾ ഷെയ്ഡ്, ബട്ട് ബയോളജി ഈസ് മൈ ഫേവറേറ്റ്. അത് പറയുമ്പോൾ തിലക്കിൻ്റെ വീട്ടിൽ ഷെയ്ഡ് തിലകിൻ്റെ മകൾ കീർത്തിയെ റേപ്പ് ചെയ്യുന്ന ദൃശ്യം കാണിക്കുന്നു. അടുത്ത് തറയിൽ തിലകിൻ്റെ ഭാര്യ കാർത്തിക തലയറ്റി കിടക്കുന്നുണ്ട്. മകളുടെ കൈകളും കാലുകളും ഒരു മേശയിൽ ഇരുവശങ്ങളിലേക്ക് ആണി അടിച്ചു വെച്ചാണ് റേപ്പ് ചെയ്യുന്നത്. രക്തത്തിൽ കുളിച്ചാണ് ആ പെൺകുട്ടി കിടക്കുന്നത്. തൊട്ടടുത്ത നിമിഷം ഇൻ്ററഗേഷൻ റൂമിൻ്റെ ഡോറ് തുറന്നു ഇക്ബാൽ അകത്തേക്ക് കയറി വന്നു. കയ്യിൽ ഫോണുണ്ട്. അയാൾ വന്ന് തിലകിൻ്റെ ചെവിയിൽ എന്തോ പറഞ്ഞു. ശേഷം ഫോൺ കൊടുക്കുന്നു. തിലകിൻ്റെ മുഖം മാറി. അയാൾ ചാടി എണീറ്റു. മുഖം ഭയം കൊണ്ട് വിറയ്ക്കുകയാണ്. അയാൾ വേഗത്തിൽ അവിടെ നിന്നും പുറത്തേക്ക് പോയി. പുറത്തിറങ്ങിയ ഇക്ബാൽ ഡോർ ലോക്ക് ചെയ്തു. ഷെയ്ഡ് അത് നോക്കിയിരിക്കുകയാണ്.
അപ്പോൾ അവിടുന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ സ്മോൾ ടൗൺ ഹോട്ടൽ ഫ്ലാഷ് ബാക്ക്. തിരക്കിട്ട സിറ്റിയിലെ നല്ല തിരക്കുള്ളൊരു ഹോട്ടലിൻ്റെ ദൃശ്യം കാണിക്കുന്നു. പഴഞ്ചൻ വൃത്തിഹീനമായ ചുറ്റുപാടിലുള്ളൊരു ഹോട്ടലാണത്. ഇൻറ്റീരിയർ സ്മോൾ ടൗൺ ഹോട്ടൽ. ആ ഹോട്ടലിൻ്റെ അകത്തെ സീൻ കാണിക്കുന്നു. ഹോട്ടലിനുള്ളിൽ ഷെയ്ഡ് കൈ നിറയെ എച്ചിൽ പാത്രങ്ങളുമായി കിച്ചണിലേക്ക് നടക്കുകയാണ്. അതായത് അദ്ദേഹം അവിടുത്തെ ഒരു സെർവൻ്റാണ്. തിരക്കായതിനാൽ ആളുകൾ ദേഹത്ത് വന്നിടിക്കുന്നു. മാത്രമല്ല കയ്യിലെ ഗ്രിപ്പ് പതിയെ വിട്ടുപോകുന്നത് കാണാം. പെട്ടെന്ന് കയ്യിലെ ഗ്രിപ്പ് പൂർണ്ണമായും വിട്ട് പാത്രങ്ങൾ നിലത്ത് വീണ് പൊട്ടുന്നു. അവിടമാകെ എച്ചിൽ പരക്കെ വീണു. നിസ്സഹായനായ ഷെയ്ഡ് ഭയത്തോടെ ചുറ്റിനും നോക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ ടോയ്ലറ്റ്. ഹോട്ടലിൻ്റെ ടോയ്ലറ്റിന് വെളിയിൽ ഷെയ്ഡ് നിൽക്കുകയാണ്. കയ്യിൽ ടോയ്ലറ്റ് വൃത്തിയാക്കാനുള്ള ബക്കറ്റും ബ്രഷും ഉണ്ട്. അപ്പോൾ ടോയ്ലറ്റിൻ്റെ വാതിൽ തുറന്ന് ഉള്ളിൽ നിന്ന് ഹോട്ടലിൻ്റെ മുതലാളി ഭാസ്കർ പുറത്തേക്ക് ഇറങ്ങി വന്നു. അതായത് ടോയ്ലറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നു. അയാൾ ഷെയ്ഡിൻ്റെ കയ്യിൽ നിന്നും ബക്കറ്റും ബ്രഷും വാങ്ങി. എന്നിട്ട് ഭാസ്കർ, നീ ഇന്ന് കൈകൊണ്ട് കഴുകിയാൽ മതി. ഷെയ്ഡ് നിസ്സഹായതയോടെ മുഖമുയർത്തി അയാളെ നോക്കുന്നു. അപ്പോൾ ഭാസ്കർ പതിയെ, വേഗം ആവട്ടെ, ഞാനാണെങ്കിൽ വെള്ളം ഒഴിച്ചിട്ടില്ല. അയാൾ ഷെയ്ഡിനെ ഉന്തി ടോയ്ലറ്റിലേക്ക് കയറ്റുന്നു. നിമിഷങ്ങൾക്ക് ശേഷം ഷെയ്ഡ് കൈകൊണ്ട് ടോയ്ലറ്റ് ക്ലീൻ ചെയ്യുന്ന ദൃശ്യങ്ങൾ കാണിക്കുന്നു. അപ്പോൾ ഷെയ്ഡിൻ്റെ ശബ്ദം ഇത് ഓവർലാപ്പ് ചെയ്തു വരികയാണ്. മൈൻഡ് വോയിസ് ആണ്. ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ കരച്ചിലായിരുന്നു. ഒരു ദൈവവും എൻ്റെ കരച്ചിൽ കേട്ടിട്ടില്ല. കണ്ണുകൾ ദേഷ്യം കൊണ്ട് ചുവന്നാണ് ഇരിക്കുന്നത്. ഞരമ്പുകൾ തടിച്ചിട്ടുണ്ട്. അവിടുന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ തെരുവ് വൈകിട്ട്. വൃത്തിഹീനമായ തെരുവിലെ ആളൊഴിഞ്ഞ ഇടവഴിയിൽ നിന്ന് ഷെയ്ഡ് ഛർദ്ദിക്കുകയാണ്. മഴ മെല്ലെ പൊടിയുന്നുണ്ട്. ഛർദ്ദിച്ച് അവശനായ അയാൾ അവിടെയുള്ള വലിയ വേസ്റ്റ് ബിന്നിൽ ചാരി അവശതയോടെ ഇരുന്നു. അപ്പോൾ വീണ്ടും ഷെയ്ഡിൻ്റെ ശബ്ദം ഓവർലാപ്പ് ചെയ്തു വരുന്നു. ഒരു മനുഷ്യനാണെന്ന പരിഗണന പോലും ആരും എനിക്ക് തന്നില്ല. അപ്പോഴും ഞാൻ കരഞ്ഞു. ദൈവം ഇതെല്ലാം കാണുന്നുണ്ടെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അപ്പോൾ ഒരു തെരുവ് നായ വാലാട്ടിക്കൊണ്ട് അയാൾക്കടുത്തേക്ക് വന്നു. ഷെയ്ഡ് നായയെ തലോടിക്കൊണ്ട് മഴ നനഞ്ഞ് അവിടെ തന്നെ ഇരുന്നു. അവിടെ നിന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ ഷെയ്ഡിൻ്റെ വീട് നൈറ്റ്. ഒരാൾക്ക് കഷ്ടിച്ച് നിന്ന് തിരിയാൻ മാത്രം സ്ഥലമുള്ള ഇടുങ്ങിയ ഒറ്റമുറിയിൽ ഒരു കട്ടിലിരുന്ന് ഷെയ്ഡ് ഉറക്കെ കരയുകയാണ്. ഭിത്തി ചോർന്നൊലിക്കുന്നുണ്ട്. പെട്ടെന്ന് നെയ്ബർ ഡോറിൽ മുട്ടുന്നു. എന്നിട്ട് നെയ്ബറിൻ്റെ ശബ്ദം ദേഷ്യത്തോടെ, പാതിരാത്രി വീണ്ടും തുടങ്ങി അവൻ്റെ മോങ്ങൽ. ഇവിടെ ബാക്കിയുള്ളവർക്ക് ഉറങ്ങണം. ചവിട്ടി തുറന്നെടുത്ത് ജനൽ വഴി പുറത്തേക്കെറിയും പറഞ്ഞേക്കാം. അത് കേട്ട് ഷെയ്ഡ് കരച്ചിൽ നിർത്തി. ഏതാനും നിമിഷം നിശബ്ദമായി തുടർന്നപ്പോൾ നെയ്ബർ പോയെന്ന് അവന് മനസ്സിലായി. അവൻ മുറിയിലെ ഇരുട്ടിലേക്ക് നോക്കി. അപ്പോൾ വീണ്ടും ഷെയ്ഡിൻ്റെ വോയിസ് ഓവർലാപ്പ് ചെയ്തു വരുന്നു. അവസാനം എനിക്ക് മനസ്സിലായി, ഒരു ദൈവവും എൻ്റെ കരച്ചിൽ കേട്ടിട്ടില്ല, ഇനി കേൾക്കാനും പോകുന്നില്ല. പക്ഷേ ഇത് കാണുന്ന മറ്റൊരാളുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അപ്പോൾ അവിടെ അയാൾ നോക്കുന്ന ആ ഇരുട്ടിൽ നിഴൽ പോലെ ഒരു ഭീകര രൂപം അവ്യക്തമായി കാണാം. ആ രൂപം അവനെ തന്നെ നോക്കുന്നത് പോലെ അവന് തോന്നി. അപ്പോൾ വീണ്ടും ഷെയ്ഡിൻ്റെ ശബ്ദം, ഈവിൾ റിവീൽഡ് ഇറ്റ്സ് പ്രസൻസ് ആൻഡ് ഐ വാസ് ഫോർ എവർ ചേഞ്ച്ഡ്. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ ഭാസ്കറിൻ്റെ വീട് രാത്രി. ഭാസ്കർ അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വലിയൊരു പന്നിയുടെ തല അങ്ങനെ തന്നെയാണ് അയാൾ വേവിക്കുന്നത്. മസാലയും മറ്റുമിട്ട് തിരിഞ്ഞപ്പോൾ വാതിൽക്കൽ നനഞ്ഞു കുളിച്ച് ഒരാൾ നിൽക്കുന്നു. പെട്ടെന്ന് അത് കണ്ട് ഞെട്ടിയ ഭാസ്കർ പിന്നിലേക്ക് വേച്ചുപോയി. എന്നാൽ അത് ഷെയ്ഡാണെന്ന് ഭാസ്കറിന് മനസ്സിലായി. അപ്പോൾ ഭാസ്കർ, നീ എന്താടാ ഇവിടെ? ആരോട് ചോദിച്ചിട്ടാണ് നീ എൻ്റെ വീടിൻ്റെ അകത്ത് കയറിയത്? അപ്പോൾ ഷെയ്ഡ് ഒന്നും പറയാതെ അയാളെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഭാസ്കർ, ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. വൈഫ് ഷിഫ്റ്റ് കഴിഞ്ഞിപ്പോൾ വരും. അപ്പോഴേക്കും തലക്കറി ഉണ്ടാക്കി വെക്കണം. ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ സമയമില്ല. വല്ലതും ഉണ്ടെങ്കിൽ നാളെ കടയിൽ വെച്ച് പറയാം. ഷെയ്ഡ് അങ്ങനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കട്ടാകുന്നു. എക്സ്റ്റീരിയർ ഓർ ഇൻറ്റീരിയർ ഭാസ്കറിൻ്റെ വീട്. കുറച്ച് സമയത്തിന് ശേഷം വീടിന് മുന്നിൽ ഒരു സാൻഡ്രോ കാർ വന്ന് നിർത്തി. അതിൽ നിന്നും ഭാര്യ പുറത്തേക്ക് ഇറങ്ങി. അത് ഭാസ്കറിൻ്റെ ഭാര്യ. അവൾ വാതിൽ തുറന്ന് അകത്ത് ബാഗ് വെച്ചതും നല്ല കറിയുടെ മണം അവിടെ ആകെ പരന്നു ആ വീടിനുള്ളിൽ. ആ മണം ആസ്വദിച്ച് ഡൈനിങ് റൂമിലേക്ക് ചെന്നപ്പോൾ അവിടെയുള്ള കാഴ്ച കണ്ട് ഭാര്യ സ്തംഭിച്ചു നിന്നു. മുന്നിൽ ടേബിളിൽ ഭാസ്കറിൻ്റെ ആവി പറക്കുന്ന പുഴുങ്ങിയ തല പ്ലേറ്റിൽ ഭംഗിയായി വെച്ചിരിക്കുന്നു. അടുത്ത് റൊട്ടിയും ക്യാപ്സിക്കവും ടൊമാറ്റോ സോസും വെച്ചിട്ടുണ്ട്. അവിടുന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ തെരുവ് രാത്രി. മുൻപ് ഛർദ്ദിച്ച അതേ തെരുവിൽ ഷെയ്ഡ് ഒരു പൊതിയുമായി വന്നു. അവനെ കണ്ടതും മുൻപ് വന്ന ആ നായ വാലാട്ടിക്കൊണ്ട് അടുത്തേക്ക് വന്നു. അയാൾ പൊതി നിവർത്തി നായയുടെ മുന്നിൽ വെച്ചു. അതിൽ പുഴുങ്ങി വേവിച്ചിരിക്കുന്ന ഭാസ്കറിൻ്റെ സ്വകാര്യ ഭാഗമാണ്. നായ അത് കടിച്ചു പറിച്ച് കഴിച്ചു. ഷെയ്ഡ് നായയെ സ്നേഹത്തോടെ തലോടി.
അവിടെ നിന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ ജയൻറ്റ് വീൽ നൂൺ. ഇരുണ്ട കാലാവസ്ഥയാണ്. വലിയൊരു ഫെസ്റ്റിവൽ നടക്കുന്നിടത്ത് സാമാന്യം വലിപ്പമുള്ള കറങ്ങിക്കൊണ്ടിരിക്കുന്ന ജയൻറ്റ് വീലിൻ്റെ ഒരു ബോക്സിൽ ഷെയ്ഡ് ഒറ്റയ്ക്കിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ ബോക്സിലും നിറയെ ആളുകളാണ്. അപ്പോൾ ഷെയ്ഡിൻ്റെ ശബ്ദം, ഐ ഹാവ് പെയിൻ ഇൻ മൈ ആസ് ബിക്കോസ് ലൈഫ് അത്രയ്ക്ക് പുറകിൽ നിന്ന് പണി തന്നിട്ടുണ്ട്. അപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും വീലിൻ്റെ കറക്കത്തിൽ അങ്ങേയറ്റം സന്തോഷത്തോടെ എൻജോയ് ചെയ്തുകൊണ്ട് കൂകി വിളിച്ചും മറ്റും അയാൾ റൈഡ് ആസ്വദിക്കുന്നു. ഈ ദൃശ്യങ്ങൾ മൊത്തം സ്ലോ മോഷനിലാണ് കാണിക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ ഓർ ഇൻറ്റീരിയർ ഷെയ്ഡിൻ്റെ വീട് നൈറ്റ്. രാത്രി നെയ്ബർ അയാളുടെ മുറിയിൽ നിന്ന് വെളിയിലിറങ്ങി ദേഷ്യത്തോടെ ഷെയ്ഡിൻ്റെ മുറിയുടെ അടുത്തേക്ക് ചെന്നു. നിറയെ മസിലുള്ള വലിയൊരാളാണത്. ഷെയ്ഡിൻ്റെ മുറിക്കുള്ളിൽ നിന്നും കരച്ചിൽ കേൾക്കാം. അയാൾ ദേഷ്യത്തോടെ വാതിലിൽ തുരുതുര മുട്ടി. എന്നിട്ട് നെയ്ബർ, നായിൻ്റെ മോനെ, നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? നിൻ്റെ കരച്ചിൽ ഞാൻ തീർത്ത് തരാം. കൊരവള്ളി ഞാൻ പറിച്ചെടുക്കും. തുറന്നില്ലെങ്കിൽ ഞാൻ വാതിൽ ചവിട്ടി തുറക്കും. അയാൾ ഡോറിൽ ആഞ്ഞു ചവിട്ടി. ലോക്ക് പൊട്ടി വാതിൽ തുറന്നു. നെയ്ബർ അകത്തേക്ക് ദേഷ്യത്തിൽ കയറി. നെയ്ബർ, ഇത് നിൻ്റെ അവസാനത്തെ കരച്ചിലാണ്. എന്നാൽ അകത്തേക്ക് കയറിയ നെയ്ബർ പെട്ടെന്ന് നിശ്ചലനാകുന്നു. അവിടെ ഒരു ടേപ്പ് റെക്കോർഡറിലാണ് കരച്ചിൽ പ്ലേ ആയിക്കൊണ്ടിരിക്കുന്നത്. മുന്നിൽ ഷെയ്ഡ് കോട്ടും സ്യൂട്ടും ധരിച്ച് ഒരു കോടാലിയും പിടിച്ചു നിൽക്കുകയാണ്. അപ്പോൾ നെയ്ബർ ഞെട്ടലോടെ, വാട്ട് ദ ഫക്ക്. തൊട്ടടുത്ത നിമിഷം ഷെയ്ഡ് മരം വെട്ടുന്നത് പോലെ നെയ്ബറിൻ്റെ തല വെട്ടിപ്പൊളിക്കുന്നു. അവിടെ നിന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ ലാൻഡ്ഫിൽ സൈറ്റ് നൈറ്റ്. അതായത് ഈ വേസ്റ്റൊക്കെ ഡംപ് ചെയ്യുന്ന സ്ഥലം. ഏക്കറുകളോളം നിരന്ന് കിടക്കുന്ന വേസ്റ്റ് കൂമ്പാരത്തിന് മുകളിൽ ഷെയ്ഡ് ഒരു രാജാവിനെ പോലെ മാനത്തേക്ക് നോക്കി കിടക്കുന്നു. കോട്ടിലും സ്യൂട്ടിലും ആകെ രക്തമാണ്. മാനത്തേക്ക് നോക്കി സന്തോഷത്തോടെയാണ് കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ ആൻഡ് ഇൻറ്റീരിയർ തിലകിൻ്റെ വീട് നൈറ്റ് പ്രസൻറ്റ്. ഫ്ലാഷ് ബാക്ക് എല്ലാം കഴിഞ്ഞ് പ്രസൻറ്റിലോട്ട് വരികയാണ്. വീട് മുഴുവനും പോലീസുകാരാണ്. വീടിനുള്ളിൽ മുകളിലത്തെ നിലയിൽ തലയറ്റ് കിടക്കുന്ന ഭാര്യയുടെയും റേപ്പ് ചെയ്ത് കൊല്ലപ്പെട്ട് കിടക്കുന്ന മകളുടെയും മുന്നിൽ തിലക് ഒന്ന് കരയാൻ പോലും ആകാതെ ഇരിക്കുകയാണ്. മറ്റെന്തോ ബാഡ് ന്യൂസ് കേട്ട മട്ടിൽ അവിടെ ഇക്ബാൽ നിൽക്കുന്നുണ്ട്. ഈ അവസ്ഥയിൽ പറയാൻ പറ്റാത്ത എന്തോ കാര്യമാണ് വിഷയം എന്ന് തിലകിന് മനസ്സിലായി. അത് മനസ്സിലാക്കിയ തിലക്, ഇക്ബാൽ എന്താ കാര്യം? അപ്പോൾ ഇക്ബാൽ പറയാൻ മടിച്ചു. അപ്പോൾ തിലക്, ഇക്ബാൽ, ഈ അവസ്ഥയിൽ എനിക്ക് ദേഷ്യം കയറിയാൽ നിന്നെ ഞാൻ തല്ലിയെന്ന് വരും. ചോദിച്ചതിന് മറുപടി പറ. അപ്പോൾ ഇക്ബാൽ, അവൻ രക്ഷപ്പെട്ടു. അത് കേട്ട് തിലകിന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ തോക്കുകളും വാളുകളുമായി ഒരു കൂട്ടം ആക്രമികൾ ഷെയ്ഡിനെ പാർപ്പിച്ചിരുന്ന ആ രഹസ്യ സങ്കേതം ആക്രമിക്കുന്നതിൻ്റെയും അകത്ത് കയറി അവിടെയുള്ള ഓഫീസർമാരെ കൊല്ലുന്നതിൻ്റെയും ദൃശ്യങ്ങൾ മിന്നിമറയുന്ന രീതിയിൽ കാണിക്കുന്നു. തിലക് എഴുന്നേറ്റു. എന്നിട്ട് തിലക്, വാട്ട് ഹീസ് ഡൺ ഈസ് ഇൻഹ്യൂമൻ. അവിടുന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ ഇൻ്ററഗേഷൻ റൂം നൈറ്റ്. റൂമിൻ്റെ വാതിൽ ബോംബ് വെച്ച് തകർത്ത് ഒരു കൂട്ടം അകത്തേക്ക് കയറി. ഉള്ളിൽ ഷെയ്ഡ് എഴുന്നേറ്റ് നിന്നു. ഒരുത്തൻ ഷെയ്ഡിൻ്റെ വിലങ്ങ് പൊട്ടിച്ചു. മറ്റൊരാൾ കോട്ടും സ്യൂട്ടും ഷെയ്ഡിന് കൊടുത്തു. ഷെയ്ഡ് വസ്ത്രം അണിഞ്ഞു. ഒരു റോസാപ്പൂ പോക്കറ്റിൽ കുത്തി. സ്ഫോടനത്തിൽ ആകെ പൊടി പറക്കുകയാണ് അവിടെ. അപ്പോൾ ഷെയ്ഡ്, എൻ്റെ ഡ്രിങ്ക് എവിടെ? അപ്പോൾ മറ്റൊരാൾ കുട്ടികൾ കുടിക്കുന്ന പോലെയുള്ള പാല് നിറച്ചൊരു നിപ്പിൾ കുപ്പി ഷെയ്ഡിന് നീട്ടി. അത് നിറച്ച പാലാണതിൽ. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. ഇൻറ്റീരിയർ തിലകിൻ്റെ വീട് തുടർച്ച. തിലക്, ഹീ ഈസ് പ്യുവർ ഇവിൾ. അപ്പോൾ ഇക്ബാൽ തല കുമ്പിട്ട് നിൽക്കുകയാണ്. തിലക് മെല്ലെ പറഞ്ഞുകൊണ്ട് മകൾ നഗ്നയായി മരിച്ചു കിടക്കുന്നതിനരികിലേക്ക് നടന്നു. കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. ദേഷ്യമുഖത്ത് കത്തി നിൽക്കുന്നു. അപ്പോൾ തിലക്, മരണമാകരുത് ചെകുത്താനുള്ള ശിക്ഷ. അതിനു മുകളിൽ ഓരോ നിമിഷവും വേദന കൊണ്ട് പുളഞ്ഞ് നരകിക്കണം. ആരെങ്കിലും ഒന്ന് കൊന്നു തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കണം. അതാണ് ഞാൻ അവന് കൊടുക്കാൻ പോകുന്ന ശിക്ഷ. പെട്ടെന്ന് അയാൾ നിന്നു. അപരിചിതമായ എന്തിലോ കയറി ചവിട്ടിയതുപോലെ അയാൾക്ക് തോന്നി. കാല് മെല്ലെ നീക്കി നിലത്തേക്ക് നോക്കി. അവിടെ വിരിച്ചിരിക്കുന്ന കാർപ്പറ്റിനടിയിൽ നിന്നും നേരിയ ലൈറ്റ് വെളിച്ചം കാണാം. അയാളുടെ കൃഷ്ണമണി വികസിച്ചു. തൊണ്ട വരണ്ട് ശബ്ദം വെളിയിലേക്ക് വന്നില്ല. അപ്പോൾ മുൻപ് കാണിച്ച പൊട്ടിത്തെറിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ബോംബുകൾ ഈ വീടിൻ്റെ അടിയിലാണ് ഘടിപ്പിച്ചു വച്ചിരിക്കുന്നതെന്ന് കാണിക്കുന്നു. തൊട്ടടുത്ത നിമിഷം പൊട്ടിത്തെറിക്കുന്നു. ഭീകരമായ സ്ഫോടനം. ആ വലിയ വീടും അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരും ഉദ്യോഗസ്ഥരും സഹിതം എല്ലാവരും കത്തിച്ചാമ്പലാവുന്നു. അവിടെ നിന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ ഓൾഡ് ബിൽഡിംഗ്. അതേസമയം ഒഴിഞ്ഞ സ്ഥലത്തെ പഴയ ബിൽഡിങ്ങിൽ നിന്നും പാല് കുടിച്ചുകൊണ്ട്, ആ കുപ്പിയിൽ നിന്നുള്ള പാല് കുടിച്ചുകൊണ്ട് ഷെയ്ഡ് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. കോട്ടും സ്യൂട്ടും ധരിച്ച് പോക്കറ്റിൽ റോസാപ്പൂവും കുത്തി പാലും കുടിച്ചുകൊണ്ട് അയാൾ ഇറങ്ങി വരുന്നത്. അയാളുടെ കൂട്ടാളികളായ ആ കെട്ടിടം ആക്രമിച്ചവരെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഷെയ്ഡ്, വണ്ടി അവിടെ. അപ്പോൾ അവിടേക്ക് ഒരു ലക്ഷറി ബെൻസ് കാർ വരുന്നു. കാറ് വന്ന് ഷെയ്ഡിന് മുന്നിൽ നിർത്തി. ആകെ പൊടി പറക്കുന്നു.
അപ്പോൾ ഷെയ്ഡ് സന്തോഷത്തോടെ വാവ്. പെട്ടെന്ന് അവിടെ നിന്ന് വേറൊരു സീൻ ഇൻ്റർകട്ടായിട്ട് കയറി വരികയാണ്. അപ്പോൾ ഏതോ ഒരു പാർക്കിംഗ് സ്പേസിൽ ഒരു ബിസിനസ്മാനെ 2 മുഖംമൂടിക്കാർ അടിച്ചു വീഴ്ത്തി അയാളുടെ ബെൻസ് കാർ മോടിച്ച് അവിടെ നിന്ന് പോകുന്ന ദൃശ്യം പെട്ടെന്ന് ഇൻ്റർകട്ടായിട്ട് വരുന്നു. ഷെയ്ഡ് ആ കുപ്പിയിൽ പാല് കുടിച്ചു കഴിഞ്ഞ് കുപ്പി എറിഞ്ഞു കളഞ്ഞ് കാറിന് പിൻസീറ്റിൽ കയറിയിരുന്നു. കാറിൻ്റെ അകം ലക്ഷറിയാണ്. കുടിക്കാൻ മദ്യവും ഗ്ലാസും സഹിതം അകത്തുണ്ട്. ഡ്രൈവർ കാർ എടുക്കാൻ തുടങ്ങി. അപ്പോൾ ഷെയ്ഡ് വെയിറ്റ്. അയാൾ ഗ്ലാസ് താഴ്ത്തി മദ്യം പുറത്തേക്ക് കമിഴ്ത്തി കളഞ്ഞു. അപ്പോൾ ഡ്രൈവർ സർ അത് വോഡ്കയാണ്. അപ്പോൾ ഷെയ്ഡ് ഗ്ലാസ് താഴ്ത്തി. എന്നിട്ട് ഷെയ്ഡ് ഐ ആം നോട്ട് എ ഡ്രിങ്കർ, ഹെൽത്ത് പോവും. കാർ അവിടെ നിന്നും വേഗത്തിൽ പൊടി പറത്തിക്കൊണ്ട് ദൂരേക്ക് പോകുന്നു. തിരക്കിട്ട സിറ്റിയിലൂടെ എങ്ങോട്ടെന്നില്ലാതെ കാർ കുതിച്ചു പാഞ്ഞു. ഷെയ്ഡ് ഗ്ലാസ്സിലൂടെ പുറത്തെ കാഴ്ചകൾ ആസ്വദിച്ചു കണ്ടു. അപ്പോൾ അവിടെ നിന്ന് കട്ടാവുന്നു. എക്സ്റ്റീരിയർ സിറ്റി. നഗരത്തിൽ പലയിടത്തും ഷെയ്ഡിൻ്റെ ഫോട്ടോ വാണ്ടഡ് എന്നുള്ള തരത്തിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന ദൃശ്യങ്ങൾ കാണിക്കുന്നു. അതായത് ബിവെയർ ഓഫ് ദി സീരിയൽ കില്ലർ, ബിവെയർ ഓഫ് ദി സൈക്കോ എന്നുള്ള രീതിയിൽ പല സ്ഥലത്തും വാണിംഗ് സിമ്പിൾ പോലെ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അതിലോട്ട് സൂം ആവുമ്പോൾ ഷെയ്ഡിൻ്റെ മൈൻഡ് വോയിസ് വീണ്ടും വരുന്നു. നൗ ഐ എം ഗോണ ഫക്ക് ലൈഫ് ബാക്ക് ആൻഡ് മേക്ക് ഇറ്റ് മൈ ബിച്ച്. പെട്ടെന്ന് ഇരുട്ടാവുന്നു, അവസാനിക്കുന്നു. ഇതാണ് തിരക്കഥ. ഇതൊരു സീരിയൽ കില്ലർ സിനിമയിലോ അല്ലെങ്കിൽ ഒരു സൂപ്പർ ഹീറോ സിനിമയിലോ പ്ലേസ് ചെയ്യാവുന്ന ഒരു വില്ലൻ, ആ വില്ലനെ എങ്ങനെ എക്സ്റ്റാബ്ലിഷ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഇതിനെ അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളതിൻ്റെ അഭിപ്രായം എന്താണെന്ന് പറയാം. നിങ്ങൾ തിരക്കഥകൾ എഴുതാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ എൻ്റെ മറ്റ് വീഡിയോസും കണ്ടു നോക്കുക. ഞാൻ മറ്റൊരു വീഡിയോയിൽ പുതിയൊരു തിരക്കഥയുമായിട്ട് വീണ്ടും വരാം.